ഒരു ട്രോമ നടക്കുമ്പോൾ നമ്മുടെ മൈൻഡ് വന്നിട്ട് നമ്മുടെ അവയർനെസ്സിനെ വന്നിട്ട് അറ്റാക്ക് ചെയ്യും, അല്ലെങ്കിൽ മാനിപ്പുലേറ്റ് ചെയ്യും. സോ അത് പ്രോസസ്സ് ചെയ്യാനുള്ള സമയം പോലും നമ്മൾക്ക് കിട്ടില്ല. അതിനു മുമ്പ് തന്നെ നമ്മുടെ ബോഡി സർവൈവൽ മോഡിലേക്ക് പോകും. പിന്നീട് മൈൻഡും നിങ്ങളും ഒന്നാണ്. നിങ്ങൾക്ക് ആ ഒരു വേർതിരിവ് മനസ്സിലാക്കാൻ പറ്റില്ല. മൈൻഡിൻ്റെ ഒരു സ്ലേവായി മാറും നിങ്ങൾ. നമുക്ക് ശരിക്കും ഇതൊക്കെ ഒന്ന് പ്രോസസ്സ് ചെയ്തെടുക്കാനുള്ള ഒരു ഗ്യാപ്പ് കിട്ടാറില്ല എന്നതാണ് സത്യം. നിറയെ പേര് ഇങ്ങനെ മൈൻഡ് അറ്റാക്ക് നേരിടുമ്പോൾ അത് എന്താണെന്ന് പോലും പ്രോസസ്സ് ചെയ്യാൻ അവർക്ക് കഴിയില്ല. അവർ നേരെ വന്നിട്ട് സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്തും സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തൊക്കെ പോവുകയാണ് ചെയ്യുക. സോ അവരെന്ത് ചെയ്യും? ഇത് നിങ്ങളുടെ തോട്ട്സിനൊക്കെ വന്നിട്ട് സപ്രസ് ചെയ്യാനുള്ള, നിങ്ങളുടെ ആ ഒരു ന്യൂറൽ സിസ്റ്റത്തിനൊക്കെ സപ്രസ് ചെയ്യാനുള്ള മരുന്നായിരിക്കും തരിക. ശരിക്കും റെക്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് അതല്ല. മൈൻഡ് അറ്റാക്ക് നേരിടുമ്പോൾ നിങ്ങൾ നേരെ പോയിട്ട് മൈൻഡിനെ കോൺസെൻട്രേറ്റ് ചെയ്യണ്ട. മൈൻഡ് അറ്റാക്ക് നേരിടുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ എന്താണ് നടന്നത്? നിങ്ങളുടെ ബോഡി സർവൈവൽ മോഡിലേക്കാണ് പോയത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്താണ് ചെയ്യേണ്ടത്? നമ്മളുടെ നെർവസ് സിസ്റ്റത്തിനെ റെഗുലേറ്റ് ചെയ്യണം. നമ്മൾ ഫസ്റ്റ് ഫോക്കസ് ചെയ്യേണ്ടത് നമ്മുടെ ബോഡീനെയാണ്. അതിനുശേഷമേ മൈൻഡിനെ പറ്റിയൊക്കെ ആലോചിക്കാൻ പാടുള്ളൂ. അപ്പോൾ ബോഡീനെ ഫോക്കസ് ചെയ്യണം എന്ന് പറയുമ്പോൾ സ്റ്റാർട്ട് വിത്ത് ഗുഡ് ഫുഡ്സ്, സ്റ്റാർട്ട് വിത്ത് മെഡിറ്റേഷൻ, സ്റ്റാർട്ട് വിത്ത് എക്സസൈസിങ്. ബോഡീനെ മൂവ് ചെയ്യുക. ആ ഒരു എനർജീനെ വന്നിട്ട് എങ്ങനെയെങ്കിലും നമ്മൾ വന്നിട്ട് പുറത്തേക്ക് തള്ളണം. ഇതൊന്നും ശരിക്കും ഒരു സൈക്കോളജിസ്റ്റും പറഞ്ഞു തരില്ല. കാരണം അവർക്ക് നഷ്ടമാകുന്നത് അവരുടെ കാശാണ്. അപ്പോൾ മൈൻഡ് അറ്റാക്ക്, പാനിക് അറ്റാക്ക് എല്ലാം വരുമ്പോൾ നമ്മൾ ഫസ്റ്റ് കാം ഡൗൺ ചെയ്യേണ്ടത് നമ്മുടെ ബോഡീനെയാണ്. സോ അതിനുള്ള മാർഗ്ഗങ്ങളാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. താങ്ക് യു സോ മച്ച്.